യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. യോശുവ എരീഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. യോശുവ മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിന്റെ തലവനായി. മോശയുടെ മരണം അവന് നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു. മരണങ്ങൾ ഉളവാക്കുന്ന ശൂന്യത, മരണം നൽകുന്ന ആഘാതം അതിഭയങ്കരമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നമുക്ക് മുകളിലുള്ള ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് ഒരു അനാഥത്വം അനുഭവപ്പെടുകയാണ്. അപ്പൊ അതുപോലെ ഒരു അനാഥത്വം അനുഭവപ്പെടുകയാണ് യോശുവയ്ക്ക്. 40 ലക്ഷം ജനങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്വം യോശുവയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, യോശുവയ്ക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. മോശ ജനത്തെ നടത്തി മരുഭൂമിയിൽ 40 വർഷം. പക്ഷേ യഹോവ മോശയോടുകൂടി ഉണ്ടായിരുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും മന്ന പൊഴിച്ചു കൊടുത്തും കാടപ്പക്ഷിയെ കൊടുത്തും തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തും ദൈവ സാന്നിധ്യം, ദൈവ പരിപാലന അവർ നിത്യം കണ്ടും അനുഭവിച്ചും രുചിച്ചും 40 വർഷം പോന്നു. 40 വർഷമായിട്ട് ഈ എക്സ്പീരിയൻസിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് യോശുവ. നിങ്ങൾക്ക് ആ യോശുവയുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. ഇപ്പോ 40 വർഷമായിട്ട് ഇവരുടെ ആരുടെയും ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല, ആരുടെയും വസ്ത്രം പഴകിപ്പോയിട്ടില്ല. അത്യസാധാരണമായ ദൈവ പരിപാലന അനുഭവിക്കും. മോശ മരിച്ചു. ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. 40 ദിവസം കരഞ്ഞു, വിലപിച്ചു. ഇപ്പൊ യോർദാൻ കടന്നു, കനാൻ ദേശത്തെത്തി. മന്ന നിന്നുപോയി. അതാണ് സംഭവം. കനാനിൽ ചെല്ലും, പാലും തേനും ഒഴുകുന്ന ദേശമാണ് എന്നൊക്കെയാ പറഞ്ഞത്. ചെങ്കടൽ കടന്നപ്പോൾ തന്നെ ജനം പിറുപിറുത്തു, അടിമനുഖമൊക്കെ തകർന്നു. കാര്യം ശരിയാ, പക്ഷേ ചിറ്റുളി ഇല്ലേ, വെളുത്തുള്ളിയൊക്കെ കിട്ടുമായിരുന്നു അവിടെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. മരുഭൂമിയിൽ മന്ന കിട്ടിയിട്ടും പിറുപിറുത്ത ജനമായി. ഇപ്പോൾ മന്നായും നിന്നു, മോശയില്ല. അപ്പൊ മോശയും പോയി, മന്നായും പോയി. മുന്നിൽ ഒരു വലിയ കോട്ടയാണ്, എരിഹോ കോട്ട. എരിഹോ കോട്ടയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ, എരിഹോ കോട്ടയെ മതിലിന്റെ മുകളിലൂടെ 4 കുതിരയെ പൂട്ടിയ രഥം ഓടിച്ചു പോകാമായിരുന്നു, മതിലിന്റെ മുകളിൽ. അപ്പൊ അത്ര വീതിയുള്ള മതിലാണ്. 4 കുതിരയെ പൂട്ടിയ രഥം ആ മതിലിന് മുകളിലൂടെ ഓടുമ്പോൾ ആ രഥം ഓടുന്ന ആ വഴിയുടെ ഇരുവശത്തും വീടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ കോട്ടമതിലിന്റെ വീതി
എത്ര വലുതാണെന്ന് ആലോചിക്കും. അങ്ങനെ ആ കോട്ടമതിലിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു വീടാണ് റാഹാബിന്റെ വീട്. റാഹാബ് എന്ന വേശ്യ. പിന്നീട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇടം കണ്ടെത്തിയ ആ സ്ത്രീ. ഇപ്പോ യോശുവ നിൽക്കുന്നത് തന്റെ എല്ലാമായിരുന്ന, തന്റെ ആശ്രയമായിരുന്ന, താങ്ങും തണലുമായിരുന്ന, മാർഗദർശിയായിരുന്ന മോശ മരിച്ചുപോയി, മന്ന നിന്നുപോയി, ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. മുമ്പിൽ എരിഹോ എന്ന വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്, പ്രതികൂല നിൽക്കുകയാണ്, പ്രതിബന്ധം നിൽക്കുകയാണ്. ഈ കോട്ടയ്ക്ക് പുറത്ത് മാലിന്യമൊക്കെ കൊണ്ട് നഗരത്തിൽ നിന്നുള്ള നഗരമാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമുണ്ട്, കുപ്പക്കുന്ന്. ഈ കുപ്പക്കുന്നിൽ ഇരിക്കുകയാണ് യോശുവ. പാളയമെല്ലാം ഉറങ്ങി, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുക. നേതാക്കന്മാർക്ക് ഉറക്കം വരത്തില്ല. യഥാർത്ഥ നേതാക്കന്മാർക്ക്, കുടുംബനാഥന്മാർക്ക് ഇപ്പൊ കടബാധ്യതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരുറങ്ങിയാലും കുടുംബനാഥൻ ഉറങ്ങുകയില്ല. അവരാണ് ഡീൽ ചെയ്യേണ്ടത്. നേരം വെളുക്കുമ്പോൾ നേരം വെളുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? നേരം വെളുക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ, വളരെ പ്രസിദ്ധമായ ഒരു പാട്ട്, ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. താൻ വാഴുകയാൽ എനിക്ക് നാളെയെ കാണാൻ കരുത്തുണ്ട് എന്നൊക്കെ പറയും. യോശുവ വളരെ ദുഃഖിതനായി, പ്രക്ഷുബ്ധമായ മനസ്സോടെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ അടുത്ത്, ഈ ചണ്ടിക്കൂമ്പാരത്തിന്റെ അടുത്തിരുന്ന് എരിഹോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ദൈവം കൈവിട്ട് കളഞ്ഞോ? മോശയുടെ കാലത്തൊക്കെ ദൈവം പ്രവർത്തിച്ചു, പക്ഷേ ഇപ്പൊ മന്നായും പൊഴിയുന്നില്ല, മോശയെ കാണാനില്ല, മോശ മരിച്ചും പോയി. അപ്പോഴാണ് യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി യോശുവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്റ്റോഫനി, ക്രിസ്തു പ്രത്യക്ഷത അവിടെ സംഭവിക്കുകയാണ്. പഴയ നിയമത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ചില ഭാഗങ്ങളിൽ ഒന്നാണിത്. അപ്പൊ യോശുവ ഈ കാഴ്ച കണ്ടു, പ്രതീക്ഷയില്ല. അവൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ശത്രുപക്ഷക്കാരനാണോ അതോ ഞങ്ങളുടെ പക്ഷക്കാരനാണോ? ശത്രുപക്ഷക്കാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് അവന്റെ ആഗ്രഹം. വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്റെ അടുക്കൽ ചെന്ന്, നിങ്ങൾ ആ 13-ാം വാക്യം നോക്ക്. ഒരു വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നേരെ നിൽക്കുന്നത് കണ്ട് യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? പ്രിഫറൻസ് എന്നതാ? ശത്രുപക്ഷക്കാരനാണെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുമ്പോൾ അടുത്ത നടപടി എന്താണ്? യോശുവയുടെ തല വെട്ടിക്കളയും. അതാണ് ആഗ്രഹിക്കുന്നത്. മരിക്കുവാൻ ആഗ്രഹിക്കുക, അത്ര പ്രതികൂലമാണ്. അപ്പോഴാണ്, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കും. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. ഇതാ പറഞ്ഞേ, ജോഷുവ വർഷിപ്ഡ് ഹിം. ഇതാണ് ഞാനത് യേശു കർത്താവാണ് ആ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞത്. പുത്രൻ തമ്പുരാന്റെ പ്രത്യക്ഷത ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്. പറയാണ്, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണ്. സൈന്യത്തിലെ കേവലം ഒരു അംഗമല്ല, അധിപതിയാണ്. യോശുവ പഠിക്കുന്ന പ്രധാനപ്പെട്ട 2 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, ജോഷുവ
നീ ഒറ്റയ്ക്കല്ല. You are not alone. Lesson number 1. You are not alone. ഇന്നിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ആത്മീക പാഠം നമ്പർ 1. You are not alone. You cannot be alone. നിങ്ങൾക്ക് ഒറ്റയ്ക്കാകാൻ കഴിയുകയില്ല. ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ വിട്ടുപോയാലും, ആരെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നാലും, ആരെല്ലാം നിങ്ങളെ മറന്നാലും, ആരെല്ലാം നിങ്ങളെ വെറുത്താലും, നിങ്ങളെ മറക്കാത്ത, നിങ്ങളെ വെറുക്കാത്ത, നിങ്ങളിൽ നിന്ന് അകലാത്ത, നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരുവൻ is the chief commandant of the army of the Lord. ദൈവസൈന്യത്തിന്റെ അധിപതിയായവൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും. ഈശോ പറയാണ്, യൂഹാനോൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ വായിച്ചിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും, അനാഥരായി ഞാൻ നിങ്ങളെ വിടുകയില്ല. സനാതന വാക്യമാണ്, എവർലാസ്റ്റിംഗ് വേർഡ്സ് ആണ്. ട്രൂ ടു ഓൾ. നീ എവിടെ ഇരുന്നാലും, മാലിന്യ കൂമ്പാരത്തിലായിരിക്കുന്ന, കുപ്പക്കുന്നിലായിരിക്കുന്നു, ഗാർബേജ് കൂനയുടെ മുകളിൽ ഇരിക്കുകയാണ്, വിളപ്പിൽ ശാല എന്നൊക്കെ പറയുന്ന പോലെ ഈ ദുർഗന്ധം വമിക്കുന്ന എവിടെ ഇരിക്കുന്നു എന്നുള്ളത്, മനം തകർന്ന് ഇരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുകയാണ്, പ്രക്ഷുബ്ധമായ മനസ്സോടെ ഇരിക്കുന്ന, ആശ കൈവിട്ട ഇരിക്കുന്ന, ഏതവസ്ഥയിലിരുന്നാലും ഞാൻ അവിടേക്ക് വരും. അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളുക നിങ്ങൾ. അല്ലെ, അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒന്നാമത്തെ ലെസൺ യോശുവ പഠിക്കുകയാണ്. മോശ മരിച്ചാലും, മന്ന നിന്നാലും, എന്തു സംഭവിച്ചാലും, I cannot be alone. You cannot be alone. Because നാം അവന്റെ സന്താനമാണ്, നാം അവന്റെ കൈകളിലാണ്. അവനിലല്ലോ നാം ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. നാം അവന്റെ സന്താനമല്ലോ. ഏതൻസിൽ പ്രസംഗിക്കുമ്പോൾ പൗലൂസ്ലിയ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17 അധ്യായത്തിലുണ്ട്, You cannot be alone. നിങ്ങൾ എങ്ങനെയൊക്കെ ഒറ്റയ്ക്കാകാൻ നോക്കിയാലും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല. ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തും, ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തും, ലോകം നിങ്ങളെ തള്ളിക്കളയും, ബന്ധുക്കൾ നിങ്ങളെ മറക്കും, സ്നേഹിതർ നിങ്ങളെ വെറുക്കും, അയൽക്കാർ നിങ്ങളെ പകയ്ക്കും. ബട്ട് ഡൊമീഷ്യന്റെ കാലത്ത് പത്മോസിന്റെ ദ്വീപിൽ കൊണ്ടിട്ടു യോഹന്നാനെ. അവനവിടെ പരിചയക്കാരൊന്നുമില്ല, നാട് കടത്തി. എക്സൈൽ, ഹീസ് ഇൻ എക്സൈൽ, നാട് കടത്തപ്പെട്ടു. 20,000-ലധികം അംഗങ്ങളുള്ള ഒരു സഭയുണ്ട് എഫേസോസിൽ. ആ സഭയിലെ പ്രധാനപ്പെട്ട പാസ്റ്ററൊക്കെ ആയിട്ടിരുന്ന ആളാണ് ഈ യോഹന്നാൻ ശ്ലീഹ. Now he is alone. പെട്ടെന്ന് പുറയിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ, ഭയപ്പെടേണ്ട എന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച കാണുക. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു നിൽക്കുന്നവനായി, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ തേജോമയനായ കർത്താവിനെ, യോശുവയുടെ മുമ്പിൽ ഊരിയ വാളുമായി പ്രത്യക്ഷപ്പെട്ടവൻ. യോഹന്നാൻ, നീ എന്താ ചിന്തിച്ചത്? നീ ഓർത്തോ നീ ഏകനായി പോകുമെന്ന്? അത് ചണ്ടിക്കൂനയുടെ മുകളിലായാലും, പത്മോസിന്റെ ദ്വീപിലായാലും, തീച്ചൂളക്കകത്ത്
ആയാലും, സിംഹത്തിന്റെ കുഴിയിലായാലും, പൊട്ടക്കിണറ്റിലായാലും, കാരാഗൃഹത്തിന്റെ അകത്തായാലും, സമുദ്രത്തിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിലായാലും അവൻ എത്തിപ്പെടും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ സമുദ്രത്തിൽ കൂടെ കടന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ കൈവിട്ട് കളകയില്ല. യോഹന്നാനോട് പറയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. I am the first, I am the first, I am the first, I am the first, and I am the last. 3 പേരെയാ തീച്ചൂളയിൽ ഇട്ടത്, 4 പേരെയാണ് കാണുന്നത്. തീച്ചൂളയിൽ ഇട്ടവന്മാർ വരെ കരിഞ്ഞുപോയി, അത്ര ചൂടാണ്. പക്ഷേ നെബൂഖദ്നേസർ നോക്കിയപ്പം 4 പേര് തീക്കകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്, കെട്ടഴിഞ്ഞ് നടക്കുകയാണ്. കെട്ടുകൾ കത്തിപ്പോയി, പക്ഷെ അവര് നടക്കുകയാണ്. അപ്പൊ നിനക്കെതിരായിട്ടുണ്ടാകുന്ന തീച്ചൂളയ്ക്ക് നിന്റെ കെട്ടുകളെ ദഹിപ്പിക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിയും, പക്ഷെ നിന്നെ തൊടുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു രോമം പോലും താഴെ വീണ് പോകുന്ന അത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിഞ്ഞിട്ട് മാത്രമേ പോവുകയുള്ളൂ. അപ്പൊ നെബൂഖദ്നേസർ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയിൽ ഇട്ടത്, പക്ഷെ ഇപ്പോൾ 4 പേരെ കാണുന്നുണ്ടല്ലോ. Who is that 4th man in the fire? Who is that 4th man? Who is that 4th man? യേശു കർത്താവിനെ നെബൂഖദ്നേസർ വിശേഷിപ്പിച്ച പേരാണ് 4th man. 4th man in the fire. അതാണ് യേശുവിന് നെബൂഖദ്നേസർ കൊടുത്ത പേര്. Nebuchadnezzar, you made a mistake. He was not the 4th man. He is the 1st man. 1st man in the fire. അതാണ് യഥാർത്ഥ പേര്. കാരണം പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാനോട് യേശു പറയാണ്, ഞാനാണ് ആദ്യൻ യോഹന്നാൻ. നീ വിചാരിച്ചോ? നോ 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 നോ, ഐ നെവർ ബി ദ 2nd or 3rd or 4th. ഐ ആം ദ 1st. ഈ കഷ്ടതയിൽ, ഈ സഹനത്തിൽ, ഈ ഏകാന്തതയിൽ, ഈ തീച്ചൂളയിൽ ഐ ആം ദ 1st. ഞാനാണ് ആദ്യം വന്നത്. നിങ്ങളെ എറിയുന്ന തീച്ചൂളയിൽ നിങ്ങൾ വീഴുന്നതിന് മുമ്പ് ആ തീച്ചൂളയിൽ ഇറങ്ങി നിൽക്കുക. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നവൻ, തങ്ങളുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം. അപ്പൊ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായ, യുക്തമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ കർത്താവ്, ഹി ഈസ് ദ ഫസ്റ്റ് മാൻ ഇൻ ദ ഫയർ. തീച്ചൂളയിൽ ഒന്നാമൻ. He can never be the last. Oh, he can never be 2nd, 3rd, 4th. 1st. He is the 1st. And he is the last one also. ഇനി റെസ്ക്യൂ വന്നാൽ അവിടെ നിന്ന് ആളുകൾ കയറി പോകുമ്പം ഏറ്റവും ലാസ്റ്റ് പോരുന്നത് അവനായിരിക്കും. അതുകൊണ്ടാണ് ഈ ഐ ആം ദ 1st and last. ആൽഫയും ഒമേഗയും ആകും, ആദ്യനും അന്ത്യനുമാകും, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകും. Joshua, you are not alone. You cannot be alone. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയുമില്ല. ഒന്നാമത്തെ ലെസൺ ആണ്. 2ാമത്തെ ലെസൺ അവിടെ യോശുവ പഠിക്കുന്ന 2nd ലെസൺ നിങ്ങൾ അവിടെ നോക്കുക. 5-ാമത്തെ അധ്യായത്തിൽ അവിടെ വായിക്കുന്നത്, അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി. ജോഷുവ,
I am the first in commandant, chief commandant. നിനക്കിപ്പോ യുദ്ധമുണ്ട്. ഇപ്പൊ നീ വിചാരിക്കുന്നു നീയാണ് ഈ സൈന്യത്തിന്റെ അധിപതി. അതുകൊണ്ടാണല്ലോ നിനക്കിപ്പോ തലവേദന, നിനക്ക് പ്രയാസം, നിനക്ക് ദുഃഖം, നിനക്ക് ഉറക്കളപ്പ്, നിനക്ക് ടെൻഷൻ, നിന്റെ മനസ്സ് പ്രക്ഷുബ്ധതയുണ്ടത്. പക്ഷെ യോശുവ, ആക്ച്വലി യു മസ്റ്റ് ലേൺ ദിസ്. ഐ ആം ദ ഫസ്റ്റ് കമാൻഡ്. ഞാനാണ് ഈ സൈന്യത്തിന്റെ അധിപതി, നീയല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം, നിങ്ങളുടെ ഇടവകയുടെ വിഷയം, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടാണ്. നിങ്ങളാണ് ഇതിന്റെ എല്ലാം റെസ്പോൺസിബിൾ പേഴ്സൺ. നോ. പറയാണ് യോശുവ, ഞാനാണ് ഈ സൈന്യത്തിന്റെ അധിപതി. യു ആർ ഓൺലി എ സെക്കൻഡ് ഇൻ കമാൻഡന്റ്. ഇറ്റ്സ് എ ഗ്രേറ്റ് റിയലൈസേഷൻ. The battle belongs to the Lord. അപ്പൊ ഇവിടെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് മാത്രമാണ് നീ. നീ ഇത്രയും നാൾ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിരുന്നു, കാരണം മോശ ഉണ്ടായിരുന്നു. മോശ ഉള്ളപ്പോ നീ വിചാരിച്ചു നീ സെക്കൻഡ് ഇൻ കമാൻഡ്. ഇറ്റ് ഈസ് സേഫ്, ഇറ്റ് ഈസ് സെക്യൂർ. കംഫർട്ട് ഫീലിംഗ് ആണ് സെക്കൻഡ് ഇൻ കമാൻഡന്റ്. ഒരു എപ്പോഴും നമുക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സുഖമാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബുദ്ധിമുട്ട്. കാരണം നമുക്ക് എന്തെങ്കിലും റെഫർ ചെയ്യാണ്ടെങ്കിലും ചോദിക്കാണ്ടെങ്കിലും എപ്പോഴും നമുക്ക് മുകളിൽ ഒരു ബോസ് ഉണ്ടല്ലോ. ചീഫ് ആകുന്നത് പേര് കിട്ടുമെങ്കിലും പ്രയാസമാണ്. സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സുഖം 40 വർഷമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ജോഷുവ. ഇപ്പൊ പെട്ടെന്ന് പുള്ളി അങ്ങ് ഫസ്റ്റ് ഇൻ കമാൻഡന്റ് ആയല്ലോ, ആ പ്രയാസം. നോ ജോഷുവ, സ്റ്റിൽ യു ആർ സെക്കൻഡ് ഇൻ കമാൻഡന്റ്. ഐ ആം ദ ചീഫ്, നോട്ട് യു. അത് തരം താഴ്ത്തലല്ല, അതൊരു കംഫർട്ടാണ്, ആശ്വാസമാണ്. നിന്റെ ജീവിതത്തിൽ നീ ഒരു സെക്കൻഡ് ആണ് എന്ന് പറയുമ്പോൾ നിനക്ക് ആശ്വാസം. വേർഡ്സ് ഓഫ് കംഫർട്ട്. ഒരാളും കൂടെ ഒന്ന് താങ്ങാനുണ്ടായിരുന്നെങ്കിൽ, ഈ ഭാരം വഹിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഈ നുകമേൽക്കാനുണ്ടായിരുന്നെങ്കിൽ, എന്നോട് പഠിക്കുവീൻ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, എന്റെ അടുക്കൽ വരുവീൻ, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു, നിങ്ങൾ എന്നോട് പഠിച്ചുകൊള്ളുവീൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യു ആർ സെക്കൻഡ് ഇൻ കമാൻഡ്, നോട്ട് ഫസ്റ്റ്. എത്ര ആശ്വാസകരമായ വാക്യം. എത്ര ആശ്വാസം. മൂന്നാമത് ജോഷുവയോട് പറയാണ്, നീ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. ഓ, എവിടെയാ യോശുവ നിൽക്കുന്നേ? ഞാൻ ആദ്യം പറഞ്ഞു ചണ്ടിക്കൂമ്പാരത്തിന്റെ അടുത്താ, മാലിന്യ കൂമ്പാരത്തിന്റെ അടുത്താ, ഗാർബേജ് കുന്നാണത്. എരികോ നഗരത്തിലെ മുഴുവൻ വേസ്റ്റും കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലത്താണ് യോശുവ നിൽക്കുന്നത്. ഇപ്പൊ യോശുവയോട് പറയാണ്, യോശുവ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. വാട്ട്? യെസ്, ഐ മീൻ ഇറ്റ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വാക്യങ്ങള് വായിക്കുമ്പോൾ അതിന് ഊന്നല് കൊടുക്കുന്നത്, ഊന്നൽ എവിടെയാ കൊടുക്കേണ്ടതെന്ന് അറിയാവോ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അങ്ങനെയാ നമ്മൾ വായിക്കുന്നേ. അപ്പോഴാ കൺഫ്യൂഷൻ വരുന്നേ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അതെങ്ങനെയാ സ്ഥലം വിശുദ്ധമാകുന്നത്? ആ സ്ഥലം ഗാർബേജ് കൂനയല്ലേ? നോ, വായിക്കേണ്ട അങ്ങനെയല്ല. വായിക്കേണ്ട എങ്ങനെയാണ്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ബിക്കോസ് ഓഫ് യു ദിസ് പ്ലേസ് ഈസ് ഹോളി. ഈ സ്ഥലമല്ല വിശുദ്ധം, നീ അതിനെ വിശുദ്ധമാക്കുന്നു. അപ്പൊ ആർക്കാണ് പ്രാധാന്യം? നിനക്കാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്.
നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? സൂപ്പർ മാർക്കറ്റില്, അവിടെ വിശുദ്ധമാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധി കാണിക്കാനിരിക്കുന്നു, കുരിശൊക്കെ വരച്ച് കർത്താവേ ഞാൻ നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു, നിനക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാൻ. ആലയമൊക്കെ വിശുദ്ധമാണ്, പക്ഷെ നീ എവിടെ നിന്നാലും അവിടെ വിശുദ്ധമാണ്. നീ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുകയാണ്, അവിടെ വിശുദ്ധമാണ്. നീ ഓഫീസിൽ ഇരിക്കുകയാണ്, അവിടെ വിശുദ്ധമാണ്. നീ എയർപ്ലെയിനിൽ ഇരിക്കുകയാണ്, അവിടെ വിശുദ്ധമാണ്. നീ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, അവിടെ വിശുദ്ധമാണ്. നീ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്, അവിടെ വിശുദ്ധമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നീ എവിടെ നിൽക്കുന്നോ അവിടെ വിശുദ്ധമാണ്. നിനക്കാണ് പ്രാധാന്യം, അല്ലാതെ ഒരു പള്ളിക്കെട്ടിടത്തിനോ അവിടെയൊന്നും അതല്ല. ജനത്തിനാണ് പ്രാധാന്യം, നിനക്കാണ് പ്രാധാന്യം. നീ എവിടെ നിൽക്കുന്നോ അവിടെ വിശുദ്ധമാണ്. യോശുവ അങ്ങനെ ചെയ്തു. എവരി വാക്ക് ഓഫ് യുവർ ലൈഫ്. ചില ആളുകൾ അങ്ങനെയാണ്, ചില വിശുദ്ധ സ്ഥലത്താണ് വിശുദ്ധി. ഹോളിനെസ് ഈസ് ക്രൈസ്റ്റ് ഇൻ യു. യു ആർ ഹോളി. എന്റെ 6-ാമത്തെ അധ്യായം, അടുത്ത അധ്യായം 2-ാമത്തെ വാക്യം. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇറ്റ്സ് എ ഡൺ ഡീൽ. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഏൽപ്പിക്കും എന്നല്ല, അത് ചെയ്തിരിക്കുന്നു. റിലാക്സ്. സംഭവിച്ചിരിക്കും. ഈ നാട്ടുകാരത് കാണുന്നത് 7 ദിവസം കഴിയുമ്പോൾ കാണും, പക്ഷെ നീ അതിപ്പോ കാണും. കാരണം നിനക്ക് എന്റെ കണ്ണുകൾ ഞാൻ തരിക കാണാൻ. ആകയാൽ ദുർബലൻ തന്നെ തന്നെ ബലവാനെന്നും ദരിദ്രൻ തന്നെ തന്നെ ധനവാനെന്നും വിളിച്ചു പറയട്ടെ. And now let the weak say that I am strong, and let the poor say that I am rich. Because the Lord has said. ദൈവം അങ്ങനെ പറഞ്ഞു. സംഭവിച്ചു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. യേശു കർത്താവിന്റെ ഉപദേശം ആരംഭിക്കുന്ന അങ്ങനെയാണ്. ഡു നോട്ട് വറി. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് ഉപദേശം തുടങ്ങുന്ന അങ്ങനെയല്ലേ? പക്ഷെ നമ്മൾ വറി ചെയ്യും. എന്തുകൊണ്ടാ വറി ചെയ്യുന്നത്? നമ്മൾ ടെൻഷൻ അടിക്കും. അപ്പൊ നീ ഭാരപ്പെടരുത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്, പാകിസ്ഥാൻ വേണ്ട, ഇന്ത്യയിലെ ഓസ്ട്രേലിയ ആയിട്ട് ഒരു ക്രിക്കറ്റ് കളി നടക്കുക. പഴയ കാലത്ത് ഈ ക്രിക്കറ്റ് കളിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ റേഡിയോയിൽ കൂടെ ഇങ്ങനെ ഇത് ആരാ ജയിച്ചെന്നൊക്കെ നോക്കും. അന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് പേർക്ക് പറ്റത്തു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കും, ആരാ ജയിച്ച എങ്ങനെ? ലൈവ് ആയിട്ട് ഉള്ള ക്രിക്കറ്റ് കളിയൊക്കെ ദൂരദർശനിൽ വരുന്ന അപൂർവം. ലൈവ് അല്ല. കളി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമൊക്കെ കളി കാണിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കളി കാണും. പത്രത്തിൽ രാവിലെ വായിച്ചു, ഇന്ത്യ 2 വിക്കറ്റിന് ജയിച്ചു. അപ്പൊ ഡീറ്റെയിൽസ് അവസാനം കാണികളെ മുൾമുനയിൽ നിർത്തി അവസാനത്തെ 2 പന്തിൽ നിന്ന് 11 റൺസ് അടിച്ച് ഇന്ത്യ ജയിച്ചു. ഓവർ തീർന്നിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ചു. നമ്മൾ വൈകുന്നേരം 4 മണിക്ക് ക്രിക്കറ്റ് കളി വരികയാണ്. TV വരിക. നമ്മൾ TV യിൽ ഇരുന്ന് കാണുകയാണ്. കളി കണ്ട് അതിന്റെ ഫൈനൽ ഓവറിലോട്ട് വരികയാണ്. ഫൈനൽ ഓവറിൽ വരുമ്പം ഞാൻ രാവിലെ പത്രം വായിച്ച ഇത് ആരാ ജയിച്ചെന്ന് എനിക്കറിയാം, ഇന്ത്യ ജയിക്കുന്നു. അപ്പൊ എന്റെ കൂടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അവർ പത്രം വായിച്ചിട്ടില്ല, അവർക്കറിയത്തില്ല ഇത് ആരാ ജയിക്കുന്നെന്ന്. അപ്പൊ ഞാൻ സോഫായിൽ ചാരി കിടന്നാണ് കളി കാണുന്നത്. ഈ പത്രം വായിക്കാത്ത 2 പേരെന്ത് ചെയ്യാണ്? കസേരയുടെ എഡ്ജിലിരുന്ന കളി കാണുന്നു. കസേരയുടെ എഡ്ജിലോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവര്. ഇനി 2 ബോളുണ്ട്.
2 ബോളുണ്ട്, 11 റൺസ് അടിച്ചാലേ ജയിക്കത്തുള്ളൂ. നോക്കി ഇപ്പൊ താഴെ പോകുന്നു തോന്നുന്നു കസേര. ഞാൻ സോഫ ചാരിന്ന് ഒരു കാപ്പി കുടിച്ചിരിക്കുക. കാരണം ഞാൻ രാവിലെ പത്രത്തിൽ വായിച്ച ഇത് കഴിഞ്ഞ കളിയാ, ഇതിപ്പോ നടക്കുന്ന കളിയല്ല. ഇത് ഓൾറെഡി ഹാപ്പൻഡ്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ഇതാണ് സുവിശേഷം. ഇതാണ് യോശുവയോട് പറഞ്ഞത്. യോശുവ, ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. യെരിഹോ നിന്റെ കയ്യിലാണ്. Now relax. ഞാനാണ് ചീഫ് കമാൻഡന്റ്. This battle belongs to the Lord. കർത്താവ് സകലത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. It's all happened. Don't worry about anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് എടുത്ത് എഴുതാണ്. വെളിപ്പാട് കിട്ടിയോ പറയാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച്. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ ആരോഗ്യത്തെ കുറിച്ച്, നിന്റെ തൊഴിലിനെ കുറിച്ച്, മക്കളുടെ ഭാവിയെ കുറിച്ച്, നിന്റെ വിശുദ്ധിയെ കുറിച്ച്, നിന്റെ ആത്മീയത്തെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ദൂതനെ കുറിച്ച്, ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടണം. It's all happened. It's all happened. It's a done deal. Relax. റിലാക്സ്. വിശുദ്ധിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് പരിശ്രമിക്കുക ചില ആളുകൾ. ഇങ്ങനെ ഡൂയിങ് ആണ്. നോ നോ. ട്രൂ ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് അബൌട്ട് ഡൂയിങ്, ബട്ട് അബൌട്ട് ബീയിങ്. ആയിത്തീരും. ബീയിങ്, ഡൂയിങ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പറയും, നമ്മൾ വിശുദ്ധിയൊക്കെ കുറെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ സ്നേഹം കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം, എഫോർട്ട് എടുക്കുകയാണ്. നമ്മളിപ്പോ സ്നേഹം കൊടുക്കാൻ, ഇപ്പൊ ഞാൻ ഇപ്പം ഒരാൾക്ക്, നിങ്ങൾക്കൊക്കെ സ്നേഹം കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇന്നിപ്പിച്ച് സ്നേഹം കൊടുക്കണം ഒരാൾക്ക്. അങ്ങനെ കൊടുക്കുന്ന സ്നേഹം ഫേക്കാണ്, വ്യാജമാണ്. ഞാനപ്പോൾ ഒരു അഭിനയമാണ് നടത്തുന്നത്. സ്നേഹം കൊടുക്കുന്നതായിട്ട് ഭാവിക്കുന്നു, നടിക്കുന്നു. എന്നിൽ നിന്ന് സ്നേഹം എന്ത് ചെയ്യണം? ജെന്യുവിനായിട്ട് അവർക്ക് ലഭിക്കണം. ഞാൻ എഫോർട്ടൊന്നും എടുക്കണ്ട. ബി ട്രൂത്ത്ഫുൾ ടു മൈസെൽഫ്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ എന്നോട് തന്നെ സത്യസന്ധത ഉള്ളവനാകുക. നിനക്ക് എങ്ങനെ നീ ആയിരിക്കുന്നു അങ്ങനെ ആയിരിക്കുക. മുഖം മൂടികളെ മാറ്റുക. കർത്താവ് ഏറ്റവും കൂടുതൽ വിമർശിച്ച ആരെയാണ്? ഹിപ്പോക്രാറ്റ്സിനെയാണ്. നിങ്ങൾ യേശുവിന്റെ പ്രബോധനം നോക്ക്. ഹിപ്പോക്രസിക്കെതിരായിട്ടാണ് കർത്താവ് സംസാരിച്ചിട്ടുള്ളത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, പച്ചയ്ക്ക് വ്യഭിചാരിയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടെന്ന സ്ത്രീയെ പറ്റി കർത്താവ് കുറ്റപ്പെടുത്തിയേ ഇല്ല. പക്ഷേ കർശനമായിട്ട് കർത്താവ് കുറ്റപ്പെടുത്തിയ ആരെയാണ്? വളരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വഴിയെ ഇടതുവശം ചേർന്ന് ഇങ്ങനെ നടന്നുപോയ പരീശനെയാണ്. കുരുടനായ പരീശ, കപട, നീ കള്ളത്തരം കാണിക്കുന്നു. ബി ട്രൂത്ത്ഫുൾ. നീ സത്യസന്ധനാകും. നിന്നോട് തന്നെ സത്യസന്ധനാകും. നിനക്കാകാത്ത ചുമടൊന്നും നീ എടുക്കണ്ട. മതത്തിന്റെ പ്രസംഗം അത്. ഡൂയിങ് ഒരു പാശ്ചാത്യ ധാരണയാണ്. അവർ പറയണത് നിങ്ങൾ അതാകാൻ ശ്രമിക്കുക, ഇതാകാൻ ശ്രമിക്കുക, നമുക്കാകാൻ പറ്റാത്ത കാര്യമൊക്കെ നമ്മൾ ആകാൻ ശ്രമിക്കുക. ഞാനൊന്നും ആകാൻ ശ്രമിക്കത്തില്ല. ചിലർ എന്നോട് പറയും, ചിലരുടെ ശബ്ദം താഴ്ത്തി പതുങ്ങി സംസാരിക്കുക, വിശുദ്ധൻ എന്ന് അഭിനയിക്കുക. നോ 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 നോ. അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ? എനിക്ക് എഫോർട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. നിനക്ക് നീ എന്താണോ അതാകുക. നീ ആയിരിക്കുന്ന വിധത്തിലായിരിക്കുക. ബി ട്രൂത്ത്ഫുൾ. സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നീ വ്യാജനായി മാറും. അപ്പോൾ ഇസഹാക്ക് ജനിക്കും, സാറ ഉപദേശിക്കും. ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല, കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, നമുക്ക് വിശുദ്ധനാ. അപ്പൊ നമ്മൾ മക്കളില്ല, ഒരു അപമാനഭാരം എന്ത് ചെയ്യണം? അവിടെ ആഗാറിന്റെ കൂടാരം കണ്ടോ, അങ്ങോട്ട് പോയിക്കോളാൻ. അബ്രഹാം മുണ്ടൊക്കെ പൊക്കി പിടിച്ച് അങ്ങോട്ട് ആഗാറിന്റെ കൂടാരത്തിൽ പോയി പ്രവർത്തിച്ചു. വർക്ക്. അതാണ് ഇസ്മായേൽ. ഗ്രേസ് ഇസാക്ക്. അബ്രഹാം തന്നെ തീരുമാനമെടുത്തു, ഇനിയിപ്പോ ഇങ്ങനെയായ ഒക്കത്തില്ല. അതുപോലെ വിശുദ്ധി അഭിനയിക്കുന്ന, അതാണ് ഈ പെന്തക്കോസ്റ്റൽ റിലീജിയൻ. പെന്തക്കോസ്റ്റൽ മതത്തിൽ നിങ്ങൾ കാണുന്ന മുഴുവൻ അതാണ്. അവര് എന്താകാൻ ശ്രമിക്കുന്നു? അവര് വിശുദ്ധരാകാൻ വേണ്ടി അഭിനയിക്കുന്നു. ആ അഭിനയമാണ്
വിശുദ്ധി എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതല്ല, വിശുദ്ധി എന്നാൽ ജെനുവിനാവുക എന്നുള്ളതാണ്. ബി ജെനുവിൻ, ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സത്യസന്ധതയുള്ളവരാവുക, മുഖംമൂടി ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? പോടാന്ന് പറയാൻ തോന്നുന്നു, പോടാ എന്ന് പറയാ, അതാണ് വിശുദ്ധി. പോടാന്ന് പറയാൻ തോന്നുന്നത് നിങ്ങൾ അത് വിഴുങ്ങിച്ചു ബ്രദർ. എനക്ക് അവിടത കാണിക്കാൻ അപ്പൊ ഓ ബ്രദർ സ്തോത്രം. അത് ഇസ്മായിലാണ്. ഇസ്മായിലിനെ ജനിപ്പിക്കല്ലേ, ഇസാക്ക് ജനിച്ചോളും. ചിലപ്പോ കാത്തിരിക്കേണ്ടി വരും. ഞാൻ വിശുദ്ധനല്ല, ചിലപ്പം വിശുദ്ധനാകുമായിരിക്കും, പക്ഷെ ഇപ്പം വിശുദ്ധനായിട്ട് അഭിനയിക്കാൻ തൽക്കാലം താല്പര്യമില്ല. നമ്മൾ ജനുവിനായിട്ട്. അപ്പൊ 100 വയസ്സൊക്കെ ആവും. 100 വയസ്സായി കഴിയുമ്പോൾ ഇസാക്ക് ജനിച്ചു. മതി, കാത്തിരിക്കുക. കർത്താവേ, ഞാൻ ബലഹീനനും പാപിയുമാകുന്നു. ഞാൻ വിശുദ്ധനും പുണ്യവാനുമല്ല. ഞാൻ കുറവുള്ളവൻ, കുറ്റമുള്ളവൻ, ബലഹീനതയുള്ളവൻ, പാപിയാണ്. ഇതാണ് സുറിയാനി സഭയുടെ ലോകവീക്ഷണം. ബലിയർപ്പണത്തിന് ശേഷം പുരോഹിതൻ പറയണം, കർത്താവേ, ഞാൻ ബലഹീനനും പാപിയാണ്. ആ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഇസ്മായിൽമാരെ ജനിപ്പിക്കുന്നില്ല. പെന്തക്കോസ്തിൽ മുഴുവൻ ഇസ്മായിൽമാരെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ജനമാണ്. സ്തോത്രം. നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. തേങ്ങാ കൊല. അപ്പം നമ്മൾ വിശുദ്ധിയാണ്, നമ്മൾ വിശുദ്ധനാണ്. പിന്നെ മുഴുവൻ കാപട്യമാണ്. നമ്മൾ വിശുദ്ധൻ, അവനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുക, ഇവനെ സ്നേഹിക്കുന്നതിനായിട്ട് സിസ്റ്റർ വല്ല സംഭവിച്ചു, ഉള്ളിൽ മുഴുവൻ ഡാഷ് മോനെ എന്ന് വിളിക്കും. അപ്പൊ ഇത് ഈ വടംവലി ഇവരെ എന്ത് ചെയ്യും? ഇവരിൽ തന്നെ സത്യസന്ധരല്ലെന്നുള്ള ബോധ്യം ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് ആത്മീകത വിരസതയായി മാറും. ഇവരോട് തന്നെ വെറുപ്പ് തോന്നും, ആത്മനിന്ദ തോന്നും. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തിൽ യങ് ജനറേഷൻ മുഴുവൻ വിശ്വാസം വിട്ടുകളയുന്നത്. പെന്തക്കോസ്തുകാർക്ക് സ്വയം നിന്ന തോന്നും, വെറുപ്പ് തോന്നും, ആത്മനിന്ദ തോന്നും. ആത്മവഞ്ചകരാണ് തങ്ങളെന്നുള്ള ബോധ്യം അവർക്ക് അവരെ തന്നെ വെറുക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ അവർ വലിയ കപടന്മാരായി മാറും. പിന്നെ അവർ ക്രിമിനലുകളായി മാറും. അങ്ങനെ വരുമ്പോഴാണ് ഈ പോലീസുകാരിയെ വരെ ചെന്ന് കയറി പോരുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. ഇത്തരത്തിൽ വരും. നമ്മൾ ബലഹീനരും പാപികളുമാണ്, നമ്മൾ കുറവുള്ളവരാകുന്നു. നമ്മൾ എന്തായിരിക്കുന്നു അതിൽ കൂടുതൽ, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ആയിരിക്കുന്നത് പോലെ ആയിരിക്കുക, അതിനപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഹാസ് ഹാപ്പൻഡ്, ഇറ്റ്സ് ഓൾ ടുക്ക് പ്ലേസ്, ഇറ്റ്സ് എ ഡൺ ഡീൽ. സംഭവിച്ചു കഴിഞ്ഞു. ജോഷുവ, ഐ ആം ദ ചീഫ്. ഡു യു ഹാവ് എനി ഡിസഗ്രിമെന്റ്? നോ 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 നോ. You are my Lord. You are my Lord. You are my Lord. നീയാണ് കർത്താവ്, നീയാണ് കർത്താവ്, നീയാണ് അധിപതി. It's a great lesson. You are not alone. നീ ഒറ്റയ്ക്കല്ല, ഞാനാണ് ചീഫ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ, നീ നിൽക്കുന്നതുകൊണ്ട് everything has happened. It's a done deal. It's a done deal. സംഭവിച്ചു കഴിഞ്ഞതാണ്. നിനക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഞാൻ ഇപ്പോഴാ കമന്റ് കണ്ടത്. ജയിച്ചാനൊക്കെ എഴുതിയിട്ടുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ചെരുപ്പഴിച്ച് കളയുക എന്നുള്ളത്. നീ നിൽക്കുന്ന സ്ഥലമാണ് വിശുദ്ധം. നീ നിൽക്കുന്നതുകൊണ്ടാണ് ആ സ്ഥലം വിശുദ്ധമാകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ചെരുപ്പഴിച്ച് കാണണം. കാരണം ആ സ്ഥലത്തിൽ നിന്ന് നീ എന്ത് ചെയ്യാണ്? നീ ഡിറ്റാച്ച് ചെയ്യാൻ, നിന്നെ കീപ്പ് ചെയ്യണം. കാരണം ഈ മാലിന്യ കൂമ്പാരത്തിൽ നിൽക്കുന്നുണ്ടോ ചെരുപ്പൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത്, പെരക്കകത്തല്ലല്ലോ. പക്ഷെ നീ ആ ചെരുപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ നിന്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി, നീ ജീവിക്കുന്ന സ്ഥലം, അത് നീ നിമിത്തം വിശുദ്ധമാണ്. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. നീ ഭൂമിയുടെ ഉപ്പാണ്. നീ വിചാരിക്കുന്നത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിനക്ക് നിൽക്കാമെന്നോ, നീ നിമിത്തം അതിനെ വിശുദ്ധമാക്കാനാണ് കർത്താവിന്റെ പദ്ധതി. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് നീ വേർപാട് പാലിക്കേണ്ട. അതുകൊണ്ടാണ് ചെരുപ്പ് അഴിക്കാൻ പറയുന്നത്. മനസ്സിലായോ? അത് ലിറ്ററൽ ചെരുപ്പിനെ കുറിച്ച്. ആ ചെരുപ്പ് അഴിച്ചു മാറ്റണം. ഇപ്പൊ ഒത്തിരി പേർക്ക് ഈ ചെരുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനാണ്, അപ്പൊ അതുകൊണ്ട് ഈ അശുദ്ധി എന്നെ പറ്റണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ചെരുപ്പ് മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ ചെരുപ്പ് നിന്റെ സഹോദരൻ നിന്നെ തന്നെ മറക്കാതെ നിൽക്കുക. ആ ഒരു ആശയമാണ് അവിടെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലമാണ് വിശുദ്ധം. അല്ലാതെ ഒരു പ്രത്യേക വിശുദ്ധ സ്ഥലം നോക്കി നീ പോയാൽ you will never find out that place. There is no such place exist in this universe because of you. നീയാണ് ലോകത്തിന് വെളിച്ചം, നീയാണ് ഭൂമിയുടെ ഉപ്പ്. അതാണ് ദൈവത്തിന്റെ ഉപദേശം. താങ്ക് യു ഫോർ റൈറ്റിംഗ് ദാറ്റ് കമന്റ്. എന്റെ ബാക്കി അങ്ങ് ദർബാറിലോട്ട് അവിടെ വെച്ച് പറയാം കേട്ടോ. ജീവിച്ചാണെങ്കിൽ അങ്ങോട്ട് വന്നേരെ, നമുക്ക് അവിടെ ഒന്ന് പറയാം. Father,